നാവിൽ കൊതിയൂറുന്ന ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നേരത്തെ നമ്മൾ ബെല്ലാരി ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അതിലും ടേസ്റ്റിൽ നമുക്ക് തെങ്കാശി ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇന്ന്. ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചെറിയുള്ളിയുടെയും പെരിഞ്ജീരകത്തിൻ്റെ ഒക്കെ പാകത്തിനുള്ള ടേസ്റ്റ് ഈ ബീഫിൽ വരുമ്പോൾ അസാധ്യ രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് കാണാം. ഫുഡ് ആൻഡ് വിഷസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തെങ്കാശി ബീഫ് ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു 1.5 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ അരപ്പൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 40ഓളം ചെറിയുള്ളി നല്ലപോലെ പൊളിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 10-20 വെളുത്തുള്ളി പൊളിച്ചെടുത്തത്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊളിച്ചെടുത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരപ്പ് നല്ലപോലെ ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി വേണ്ടത് ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഈ ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഇതിലേക്ക് ഈ മസാലയൊക്കെ തിരുമ്മി അങ്ങ് പിടിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ബീഫിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച മസാലയൊക്കെ നല്ലപോലെ നമ്മൾ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് മുഴുവനായിട്ട് നമ്മൾ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. നിങ്ങളുടെ കുക്കറിൻ്റെ പ്രഷർ അനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. എൻ്റെ കുക്കറിൽ ഒരു 4 വിസിൽ മതിയാവും. അപ്പോൾ 4 വിസിൽ കഴിഞ്ഞിട്ട് നമുക്കത് വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിന് ഇവിടെ 4 വിസിലൊക്കെ വന്ന് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്, ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ വെച്ചതാണ്, എന്നിട്ട് ഇത്രയും വെള്ളം ഇതിനകത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളമെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ ബീഫിനോട് കൂട്ടത്തിൽ ഈ ഗ്രേവിയൊക്കെ നല്ലപോലെ ഒന്ന് ചേരുന്ന വരെ നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിലെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി ഇവിടെ ബീഫിലോട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പ്രത്യേക പരിപാടിയുണ്ട്, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബീഫിനെ നമ്മളൊരു തെങ്കാശി ബീഫാക്കി റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സീസണിങ് ചെയ്യുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കി അതിലേക്ക് നന്നായിട്ട് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്കൊരു 10-15 വെളുത്തുള്ളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 20 ചെറിയുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 2 ടീസ്പൂൺ ഇതേപോലെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ലപോലെ മിക്സായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ബീഫ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. എന്നാലാണ് നമ്മുടെ ആ ബീഫിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതെല്ലാം നല്ലപോലെ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഇവിടെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1-2 സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ചേർക്കുകയാണ്. ആദ്യമായിട്ടൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, നമുക്ക് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ കളറൊക്കെ നല്ലപോലെ മാറി വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ ആ ബീഫിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നല്ലപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണമെങ്കിൽ കുറച്ച് നിങ്ങൾക്കത് ഡ്രൈ ആവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് ആ സമയമാകുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പം നമ്മുടെ തെങ്കാശി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഫ്രൈ ആയിട്ട് നല്ല കളറൊക്കെ മാറി നല്ല കറുത്ത കളറിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഉണ്ട്, ഇതേപോലെ ആയി എടുത്താലേ നമുക്കിതിൻ്റെ യഥാർത്ഥത്തിലുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രുചിയിൽ അതികേമനായ തെങ്കാശി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നില്ലേ? കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ പറയണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.